ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PYQ ഡിസ്കഷൻ്റെ 7ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 കാറ്റഗറി നമ്പർ 038/2024 ആണ്. ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് 26 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ അനുബന്ധ വസ്തുതകളും. അപ്പോൾ ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ മൊത്തമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു റിവിഷൻ കൂടി ആയിരിക്കും ഈ പറയുന്ന PYQ ഡിസ്കഷൻ ക്ലാസ്സുകൾ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യവും പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. തീർച്ചയായിട്ടും ഡിഗ്രി പ്രിലിംസിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ വന്നിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നമുക്ക് നോക്കാം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 26 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പോയതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സിൽ. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് എന്നുള്ളതാണ്. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രം, 3 മാത്രം, 1ഉം 3ഉം മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. അപ്പോൾ ധാർമ്മികത, ആരോഗ്യം, പൊതുക്രമം ഇതെല്ലാം മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിന് വിധേയമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ, അതാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 25 എന്ന് ചോദിച്ചാൽ ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒരേപോലെ അനുവദനീയമാണ്. സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായിട്ടാണ് കൃപാണുകൾ എന്ന് പറയുന്നത്, അതായത് ഒരു തരം കത്തിയാണ്, ധരിക്കുന്നതിനും അത് കൊണ്ടു നടക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 25 ഓർത്തു വയ്ക്കുക. അപ്പോൾ സിഖ് മതവിശ്വാസികൾക്ക് മതാചാരത്തിന്റെ ഭാഗമായിട്ട് കൃപാണുകൾ എന്ന് പറയുന്ന കത്തി ധരിക്കുന്നതിനും അത് കൊണ്ടു നടക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 25 ആണ്. ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം പ്രധാനമായും 4 ഘടകങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം പ്രധാനമായും ബന്ധപ്പെട്ട 4 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾ. ഈ 4 എണ്ണമാണ് ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മതസ്വാതന്ത്ര്യം പ്രധാനമായും ഉള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഏതാന്ന് ചോദിച്ചാൽ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ആർട്ടിക്കിൾ 26 ആണ്. ആർട്ടിക്കിൾ 26 പ്രകാരം എല്ലാ മതവിഭാഗങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്
ഒന്നാമത്തെ, മതപരവും ജീവകാരുണ്യപരവുമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള അവകാശം. അപ്പോൾ മതപരവും ജീവകാരുണ്യപരവുമായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള അവകാശം, മതപരമായ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവകാശം, സ്ഥാവര ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കാനും ഏറ്റെടുക്കാനുമുള്ള അവകാശം, നിയമാനുസൃതമായി ഇത്തരം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം. മതവിഭാഗങ്ങളുടെ കൂട്ടായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആർട്ടിക്കിൾ 26 അപ്പോൾ മതവിഭാഗങ്ങളുടെ കൂട്ടായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 26 വിധേയമായിട്ടുള്ള ഘടകങ്ങളാണ് പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 26 വിധേയമല്ല എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. മതവിഭാഗങ്ങൾ പാലിക്കേണ്ട 3 പ്രധാന സുപ്രീം കോടതി വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മീയ ക്ഷേമത്തിലേക്ക് നയിക്കുന്നു എന്ന് കരുതുന്ന വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളുമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടമായിരിക്കണം മതവിഭാഗം എന്ന് പറയുന്നത്. മതവിഭാഗത്തിന്റെ ഒരു പൊതു സംഘടന ഉണ്ടായിരിക്കണം. മതവിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക പേരുണ്ടായിരിക്കണം. ഇതാണ് മതവിഭാഗങ്ങൾ പാലിക്കേണ്ട 3 പ്രധാന വ്യവസ്ഥകളായിട്ട് സുപ്രീം കോടതി പറയുന്നത്. എന്തൊക്കെയാണ്? ആത്മീയ ക്ഷേമത്തിലേക്ക് നയിക്കുന്നു എന്ന് കരുതുന്ന വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളുമുള്ള ഒരു വ്യക്തികളുടെ ഒരു കൂട്ടമായിരിക്കണം മതവിഭാഗം. മതവിഭാഗത്തിന് ഒരു പൊതു സംഘടന ഉണ്ടായിരിക്കണം. മതവിഭാഗങ്ങൾക്കൊരു പ്രത്യേക പേരുണ്ടായിരിക്കണം. എന്തെങ്കിലും മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധമല്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 27. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ വിപുലീകരണത്തിനോ പരിപാലനത്തിനോ വേണ്ടി ഒരു വ്യക്തിയും നികുതി അടയ്ക്കാൻ നിർബന്ധമല്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 28 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് 4 തരംതിരിച്ചിരിക്കുന്നു. എ കാറ്റഗറി എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ളവയാണ് എ കാറ്റഗറി എന്ന് പറയുന്നത്. ബി കാറ്റഗറി ആണെങ്കിൽ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ളതും എന്നാൽ ഏതെങ്കിലും എൻഡോൺമെന്റിന്റെയോ ട്രസ്റ്റിന്റെയോ കീഴിൽ സ്ഥാപിതമായവയാണ്. ഇനി കാറ്റഗറി സി ആണെങ്കിൽ സ്റ്റേറ്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നവ. ഇനി കാറ്റഗറി ഡി ആണെങ്കിലോ സ്റ്റേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവ. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നിലവില് ആർട്ടിക്കിൾ 28 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ എ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യാതൊരുവിധ മതപ്രബോധനങ്ങൾക്കും അനുവദനീയമല്ലാത്തത്. ഇനി കാറ്റഗറി ബിയിലാണെങ്കിൽ ഈ വിഭാഗത്തിൽ മതപരമായ പ്രബോധനം അനുവദനീയമാണ്. ഇനി കാറ്റഗറി സിയും ഡിയും ആണെങ്കിൽ വിഭാഗത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള മതപ്രബോധനം അനുവദനീയമായിട്ടുള്ളവയാണ് കാറ്റഗറി സിയിലും കാറ്റഗറി ഡിയിലും വിഭാഗത്തിൽപ്പെടുന്നവ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ എത്ര കാറ്റഗറി ആയിട്ടാണ് ആർട്ടിക്കിൾ 28 പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 4 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എ, ബി, സി, ഡി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ളത് കാറ്റഗറി എ. കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിലുള്ളതും എന്നാൽ ഏതെങ്കിലും എൻഡോൺമെന്റിന്റെയോ ട്രസ്റ്റിന്റെയോ കീഴിൽ സ്ഥാപിതമായവയാണ്. ഇനി സ്റ്റേറ്റിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നവയാണ് കാറ്റഗറി സി. കാറ്റഗറി ഡി ആണെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ വേണ്ടി നികുതിയായി പിരിച്ചെടുത്ത് പൊതുധനം ഉപയോഗിക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 27 അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ വേണ്ടി നികുതിയായി പിരിച്ചെടുത്ത് പൊതുധനം ഉപയോഗിക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ മക്കളെ ആർട്ടിക്കിൾ 27 ഓർത്തു വയ്ക്കുക. ആർട്ടിക്കിൾ 27 വ്യവസ്ഥ പ്രകാരം മറ്റു മതങ്ങളിൽ നിന്നും വേറിട്ട ഒരു മതത്തെ അനുകൂലിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ നിന്നും പിന്തുണക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ തടയുന്നു.
മതവിഭാഗങ്ങളിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങളോ സേവനങ്ങളോ നൽകുന്നതിന് ഈടാക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങളില്ല. ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ നിർബന്ധമാക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 28. അപ്പോൾ ആർട്ടിക്കിൾ 28 പ്രകാരം ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും മത ആചാരങ്ങൾ നടത്താനോ അതേപോലെ തന്നെ അത് നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണെങ്കിലും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ സഹായം അല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ പോലും അവിടുത്തെ മതപരമായ പ്രവർത്തനങ്ങൾ അവർക്ക് അനുവദനീയമാണ്. എങ്കിൽ കൂടെയും പ്രസ്തുത പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെ നമുക്ക് നിർബന്ധിക്കാൻ പാടില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് പങ്കുചേരാം. ഓക്കെ, ഇനി കുട്ടി മൈനർ ആണെങ്കിൽ രക്ഷകർത്താവിന്റെ അനുവാദത്തോട് മാത്രമേ കുട്ടിയെ മതപരമായ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിക്കാവൂ. അപ്പോൾ കുട്ടി മൈനർ ആണെങ്കിൽ രക്ഷകർത്താവിന്റെ അനുവാദത്തോടെ മാത്രമേ കുട്ടിയെ മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കാവൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ എന്തായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഉള്ളത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വിശദമായി പഠിച്ചു പോകുന്ന അനുച്ഛേദങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ്? ഈ പറയുന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദങ്ങളാണ് 25 to 28. ഇത് ഉറപ്പായും ഓർത്തു വയ്ക്കുക. അപ്പൊ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള എല്ലാം ഈ പറയുന്ന മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. 26, 27, 28 എന്നുള്ളത് നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കാം. അതായത് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ ഈ അനുച്ഛേദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 31A, 48A, 51A. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്ഷൻ നോക്കിയാൽ 1ഉം 2ഉം മാത്രം, അതേപോലെ തന്നെ 1ഉം 2ഉം 3ഉം മാത്രം, 3 മാത്രം. മുകളിൽ പറഞ്ഞവയെല്ലാം ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. 48Aയും 51Aയുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങളാണ്. ഏതൊക്കെയെന്ന് പറയുന്നത്? ഈ പറയുന്ന 2ഉം 3ഉം, 48Aയും 51Aയും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളുടെ വന്യജീവികളുടെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 48A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത്? അതായത് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 48A. ഓക്കെ, അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ് എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. DPSP നമുക്കറിയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പരാമർശിക്കുന്നത്. DPSPയെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BR അംബേദ്കർ ആണ്. DPSPക്ക് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാദൃശ്യമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടതും
ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ DPSPയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി സാദൃശ്യമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. DPSP ആണെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് അഥവാ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഭാഗം 4ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് 4. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 36-51. നിർദ്ദേശക തത്വങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ പേരാണ് സാപ്രൂ കമ്മിറ്റി എന്ന് പറയുന്നത്. ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനു വേണ്ടി വളരെ സമഗ്രമായി സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പദ്ധതിയാണ് DPSP വിഭാവനം ചെയ്യുന്നത്. എന്തൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുക, രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കുക, 44ാം ഭരണഘടനാ ഭേദഗതി 1978 വഴി കൂട്ടിച്ചേർത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 38 വരുമാനം, പദവി, സൗകര്യങ്ങൾ, അവസരങ്ങൾ എന്നിവയിലെ അസമത്വങ്ങൾ കുറയ്ക്കുന്നതിന് രാഷ്ട്രം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ആയതിനാൽ അവയുടെ ലംഘനം നടന്നാലും കോടതികൾക്ക് നിയമം മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞതാണ് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമല്ല. എന്നാൽ ഒരു നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധ്യത പരിശോധിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും നിർദ്ദേശക തത്വങ്ങൾ കോടതിയെ സഹായിക്കുന്നു. 97ാം ഭരണഘടനാ ഭേദഗതി 2011 വഴി കൂട്ടിച്ചേർത്തതാണ് നിർദ്ദേശക തത്വങ്ങൾ. ആർട്ടിക്കിൾ 43B സഹകരണ സംഘങ്ങളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം, സ്വയംഭരണ പ്രവർത്തനം, ജനാധിപത്യ നിയന്ത്രണം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാഷ്ട്രം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 43B ആണ്. നമുക്ക് കുറച്ച് SCERT NCERT ഫാക്ട് നോക്കാം. രൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിനും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിനും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലി, തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. ഇനി മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണം. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാതിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്രീയ പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മാർഗനിർദ്ദേശങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഒത്തിരി തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, മക്കളെ ഓർത്തു വച്ചോ. മാർഗനിർദ്ദേശങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് DPSP എന്നുള്ളതും എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ക്ലാസ് ഒന്നുകൂടി വേണമെങ്കിൽ കണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ്,
ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അപ്പോൾ ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം അതിന് ആവശ്യമാണ്. ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നിർബന്ധമാണ്. അതായത് നൽകേണ്ടത് അവർക്ക് നിർബന്ധമാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിലവിൽ PSC ഡിലീറ്റഡ് ആണ്. ഓക്കെ, എന്നിരുന്നാലും സ്പീക്കറുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. അപ്പൊ നമുക്ക് നേരെ ആ ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ലോകസഭയുടെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയമാണ് സ്പീക്കർ. ലോകസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. ലോകസഭാ അംഗങ്ങളിൽ നിന്നാണ് ലോകസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിന്റെ തീയതി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോകസഭാ അംഗത്വം ഇല്ലാതായാൽ, ഡെപ്യൂട്ടി സ്പീക്കർക്ക് രാജിക്കത്ത് സമർപ്പിച്ചാൽ, ലോകസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പാസാക്കിയ പ്രമേയത്തിലൂടെ സ്പീക്കറെ പുറത്താക്കാൻ എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ പുറത്താക്കാം. അപ്പോൾ സ്പീക്കറെ പുറത്താക്കാനുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം. ഓക്കെ, അത് ഒന്ന് ഓർത്തു വച്ചേക്കുക. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ പരിഗണിക്കുമ്പോൾ സ്പീക്കർക്ക് സഭയിൽ ഹാജരാകണമെങ്കിലും സഭയുടെ അധ്യക്ഷനാകാൻ കഴിയില്ല. എന്നിരുന്നാലും സ്പീക്കർക്ക് പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് സഭാ നടപടികൾ സംസാരിക്കാനും പങ്കെടുക്കാനും സാധിക്കും. സ്പീക്കറെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് എന്ന പ്രത്യേക വോട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല. സഭയിലെ മറ്റ് അംഗങ്ങൾക്ക് ഉള്ളതുപോലെ ആദ്യഘട്ട വോട്ടവകാശം മാത്രമായിരിക്കും സ്പീക്കർക്ക് അപ്പോൾ ഉണ്ടാവുക. ലോകസഭ പിരിച്ചുവിടുമ്പോൾ സ്പീക്കർ തന്റെ സ്ഥാനം ഒഴിയുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ലോകസഭ സമ്മേളിക്കുന്നത് വരെ തൽസ്ഥാനത്ത് തുടരാൻ സ്പീക്കർക്ക് സാധിക്കും. ലോകസഭാ സ്പീക്കറുടെ അധികാരങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും 3 പ്രധാന ഉറവിടങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന, ലോകസഭാ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും, പാർലമെന്ററി കൺവെൻഷൻ എന്നുള്ളത് ഓർത്തുവയ്ക്കുക. ലോകസഭാ സ്പീക്കറുടെ അധികാരങ്ങളും ചുമതലകളും സഭാ നടപടികൾ നടത്തുന്നതിനും നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആയി സഭയിൽ അച്ചടക്കവും മാന്യതയും നിലനിർത്തുന്നു. അത് സ്പീക്കറുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകളുടെയും ലോകസഭാ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റച്ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും പാർലമെന്ററി മുൻവിധികളുടെയും സഭയ്ക്കുള്ളിലെ അന്തിമ വ്യാഖ്യാതമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി ലോകസഭയിലെ അംഗങ്ങളുടെ ക്വാറം തികയാത്ത സാഹചര്യങ്ങളിൽ സമ്മേളനം നിർത്തിവെക്കുവാൻ സ്പീക്കർക്ക് സാധിക്കും. സഭയുടെ മൊത്തം അംഗബലത്തിന്റെ 10-1 പേർ ഉണ്ടെങ്കിലേ സഭ സമ്മേളനം നടത്തുകയുള്ളൂ. പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സഭാ നേതാവിന്റെ അഭ്യർത്ഥന പ്രകാരം സ്പീക്കർക്ക് സഭയുടെ ഒരു രഹസ്യ സമ്മേളനം അനുവദിക്കാൻ അധികാരമുണ്ട്. സീക്രട്ട് സിറ്റിംഗ് നടക്കുമ്പോൾ സ്പീക്കറുടെ അനുമതിയില്ലാതെ അപരിചിതർക്ക് ചേംബറിലോ ഗ്യാലറിയിലോ പ്രവേശിക്കാൻ കഴിയില്ല. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലോകസഭാ സ്പീക്കറാണ്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. 10ാം പട്ടികയിലെ കൂറുമാറ്റ നിരോധന വ്യവസ്ഥകൾ പ്രകാരമുള്ള ലോകസഭാ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് സ്പീക്കറാണ്. ഇന്ത്യൻ പാർലമെന്റും അതേപോലെ തന്നെ നിലവിലെ ഇന്ത്യൻ പാർലമെന്റും ലോകത്തിലെ വിവിധ പാർലമെന്റുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി പ്രവർത്തിക്കുന്നത് സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പാർലമെന്റും ലോകത്തിലെ വിവിധ പാർലമെന്റുകളും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി പ്രവർത്തിക്കുന്നത് സ്പീക്കറാണ്.
രാജ്യത്തെ നിയമനിർമ്മാണ സഭകളും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കോൺഫറൻസിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി പ്രവർത്തിക്കുന്നതും സ്പീക്കറാണ്. ലോകസഭയുടെ അതേപോലെ തന്നെ എല്ലാ പാർലമെന്ററി കമ്മിറ്റികളുടെയും അധ്യക്ഷനെ സ്പീക്കർ നിയമിക്കുകയും അവയുടെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. അതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് നമ്മുടെ സ്പീക്കറാണ്. സ്പീക്കർ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കമ്മിറ്റികളാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി, റൂൾസ് കമ്മിറ്റി, ജനറൽ പർപ്പസ് കമ്മിറ്റി എന്ന് പറയുന്നത്. കുറഞ്ഞത് 50 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള പ്രമേയം സഭയിൽ പരിഗണിക്കുകയും ചർച്ച ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഫലപ്രദമായ ഭൂരിപക്ഷം, അതായത് എഫക്റ്റീവ് മെജോറിറ്റി വഴി ലോകസഭ പാസാക്കിയ പ്രമേയത്തിലൂടെ മാത്രമേ സ്പീക്കറെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പീക്കറുടെ ശമ്പളവും അലവൻസുകളും കുറിച്ച് തീരുമാനമെടുക്കുന്നത് പാർലമെന്റ് ആണ്. കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് സ്പീക്കറുടെ ശമ്പള തുക കണ്ടെത്തുന്നത്. ഇത് പാർലമെന്റിന്റെ വാർഷിക വോട്ടിന് വിധേയമല്ല. പ്രധാനമന്ത്രിയോ ഉപപ്രധാനമന്ത്രിയോ ഒഴികെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരെക്കാൾ ഉയർന്ന റാങ്കാണ് സ്പീക്കർക്കുള്ളത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനൊക്കെ ഒപ്പം 7ാം റാങ്കിലാണ് സ്പീക്കറുടെ സ്ഥാനം. സ്പീക്കറുടെ റൂളിംഗ് ഉൾപ്പെടെ പാർലമെന്റ് സഭാ നടപടികളുടെ ചോദ്യം ചെയ്യൽ ഒരു കോടതിക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 122. അപ്പോൾ സ്പീക്കറുടെ റൂളിംഗ് ഉൾപ്പെടെ പാർലമെന്റ് സഭാ നടപടികളെ ചോദ്യം ചെയ്യാൻ ഒരു കോടതിക്കും അധികാരമില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് 122. ഒരു പ്രമേയത്തിലൂടെ അല്ലാതെ സ്പീക്കറുടെ പ്രവർത്തനങ്ങളും നടപടികളും ചർച്ച ചെയ്യാനും വിമർശിക്കാനും സാധിക്കില്ല. അപ്പോൾ ഒരു പ്രമേയത്തിലൂടെ അല്ലാതെ സ്പീക്കറുടെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നടപടി ക്രമങ്ങളും ചർച്ച ചെയ്യാനും വിമർശിക്കാനും സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239 എ, ആർട്ടിക്കിൾ 330 എ, ആർട്ടിക്കിൾ 332 എ ഉൾപ്പെടുത്തൽ, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ 1 മാത്രം, 2 മാത്രം, 1ഉം 3ഉം മാത്രം, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ഇതിന്റെ ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉമാണ്. ഓക്കെ, അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ആണ് 239 എയും OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണവും. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്യപ്പെട്ട ഉൾപ്പെട്ട എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 106ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, നാരി ശക്തി വന്ദന അധിനിയം ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ ആണ്, കേന്ദ്ര നിയമമന്ത്രി. അപ്പോൾ നാരി ശക്തി വന്ദന അധിനിയം ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ റാം മേഘ്വാൾ ആണ്, കേന്ദ്ര നിയമമന്ത്രി. അപ്പോൾ ലോകസഭയിലും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ടവ ഉൾപ്പെടെ എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത് 106ാം ഭരണഘടനാ ഭേദഗതി. വനിതാ സംവരണ ബില്ലിലൂടെ ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർത്ത പ്രധാന അനുച്ഛേദങ്ങൾ 239 എ, 330 എ, 332 എ, 340 എ. 239 എ, ഡൽഹി നിയമസഭയിൽ സ്ത്രീകൾക്കായി സീറ്റുകൾ സംവരണം ചെയ്യണം. പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളുടെ 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുക. 330 എ എന്താ ചോദിച്ചാൽ ലോകസഭാ മണ്ഡലത്തിലെ സ്ത്രീകൾക്കുള്ള സംവരണം. SC/ST സീറ്റുകളിലും മൊത്തം സീറ്റുകളിലും 1/3 സംവരണം. 332 എ എല്ലാ സംസ്ഥാന നിയമസഭകളിലെയും SC/ST സീറ്റുകളിലും മൊത്തം സീറ്റിലും 1/3 സംവരണം. 334 എ എന്താ ചോദിച്ചാൽ ആദ്യ സെൻസസിന്റെ പ്രസക്തമായ കണക്കുകൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം
ഡിലിമിറ്റേഷൻ ഏറ്റെടുത്ത ശേഷം സംവരണം തുടർന്നുള്ള ഓരോ ഡിലിമിറ്റേഷന് ശേഷവും സ്ത്രീകൾക്കുള്ള സീറ്റുകളുടെ റൊട്ടേഷൻ പ്രാബല്യത്തിൽ വരും. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി സംവരണം നിരത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 104 ഭേദഗതി. 126 ഭേദഗതി ബില്ലിലാണ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ളത് ഓർത്തുവയ്ക്കുക. ഭേദഗതി ചെയ്ത ആർട്ടിക്കിളാണ് 334. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യ ഭേദഗതിയാണ് 106 ഭേദഗതി. ഓർത്തുവെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസാക്കിയ ആദ്യത്തെ ഭേദഗതിയാണ് 106 ഭേദഗതി. 106 ഭരണഘടനാ ഭേദഗതി ബില്ല് അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. അപ്പോൾ 106 ഭരണഘടനാ ഭേദഗതി ബില്ല് അറിയപ്പെടുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിലാണ്. 128 ഭേദഗതി ബില്ലായിരുന്നു നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ ബില്ല്. വനിതാ സംവരണ ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. ഓക്കെ, സെപ്റ്റംബർ 21 ഏത് രാജ്യസഭ പാസാക്കിയത് സെപ്റ്റംബർ 21. ഓക്കെ, അപ്പോൾ വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. വനിതാ സംവരണ ബില്ല് ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20 ലോകസഭ. അപ്പോൾ ലോകസഭ സെപ്റ്റംബർ 20 2023 ലോകസഭ പാസാക്കിയത് വനിതാ സംവരണ ബില്ല്. ഇനി വനിതാ സംവരണ ബില്ല് രാജ്യസഭയാണ് 2023 സെപ്റ്റംബർ 21. ഇനി രാഷ്ട്രപതി ഒപ്പുവെച്ച എന്നാ ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 28. വനിതാ സംവരണ ബില്ല് നിലവിൽ വരുന്നത് 2029. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 103 ഭരണഘടനാ ഭേദഗതി. 124 ഭേദഗതി ബില്ലായിരുന്നു അത്. 103 ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്ത അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 15ഉം 16ഉം. SEBC സോഷ്യലി ആൻഡ് എക്കോണമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 105 ഭരണഘടനാ ഭേദഗതി. 127 ഭേദഗതി ബില്ലായിരുന്നു അത്. ലോകസഭ ഇത് പാസാക്കിയത് 2021 ഓഗസ്റ്റ് 10. രാജ്യസഭ പാസാക്കിയത് 2021 ഓഗസ്റ്റ് 11. രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെച്ചത് 2021 ഓഗസ്റ്റ് 18 ഓർത്തു വയ്ക്കുക. അപ്പോൾ ലോകസഭ പാസാക്കിയത് 2021 ഓഗസ്റ്റ് 10, രാജ്യസഭ 2021 ഓഗസ്റ്റ് 11, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2021 ഓഗസ്റ്റ് 18. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസിന്റെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകിയ ഭരണഘടനാ ഭേദഗതിയായിരുന്നു 105 ഭരണഘടനാ ഭേദഗതി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. PYQ ഡിസ്കഷൻ നമ്മൾ ASMന്റെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളത് ഏറ്റവും അടുത്ത ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് ഇന്ന് ഏകദേശം 23 ക്ലാസ്സുകളിൽ എത്തി നിൽക്കുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ. അപ്പോൾ അതിലേക്കൊക്കെ എത്താനായിട്ട് ഇപ്പോൾ നിലവിൽ സാഹചര്യമില്ല, നിലവിൽ ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥിയാണ്, അതേപോലെ തന്നെ പഠിക്കാനായിട്ട് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണുള്ളൂ, ഒരു ക്വിക്ക് റിവിഷനാണ് വേണ്ടത്. LDCയുടെ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയതാണ് പഠിച്ച എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടൊരു റിവിഷനാണ് ഇനി വേണ്ടത് എന്നുള്ളവർക്കും ഈ ഒരു സീരീസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് ഇന്നിവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.